പയ്യെ റഹിമ പെണ്ണ് കാണാൻ പോലെന്ന് നമ്മൾ വെറുതെ ഒരുങ്ങിക്കെട്ടി ലീവ് കൊടുത്ത് പരിഹസിക്കപ്പെടുകയാണ്. അതാ സാറേ ഞാനും പറഞ്ഞത്. സാറിനി പെണ്ണാണെന്ന് പോകണ്ട, നമുക്കറിയുന്ന പെൺകുട്ടികളെ നേരിട്ട് പോയി അന്വേഷിക്കുക. അതാകുമ്പോൾ രണ്ടുപേർക്ക് പെട്ടെന്ന് അടുത്തറിയാനും പറ്റൂ. സാറേ താങ്ക്സ്. ഓ ശരി. സാറേ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആ ബബിത ടീച്ചർ ഒന്ന് ആലോചിച്ചാലോ? ശരിയാവില്ല. ഞാനും ടീച്ചറും ഒരേ സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന ആളുകളല്ലേ. നമ്മൾ വെറുതെ ടീച്ചർ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാം? സാറൊന്ന് ആലോചിച്ച് നോക്ക്. നല്ലൊരു ആലോചന അല്ലേ അല്ലേ ടീച്ചറെ? ടീച്ചറെ വീടിൻ്റെ കാര്യം എന്തേ? ഒന്നും ആയില്ല റഹീമെ. 1-2 പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ടറിഞ്ഞ് അന്വേഷിക്കണ്ടേ. ശ്രീനിവാസ മാഷ കെയർ ഓഫിൽ ഒരു വീടുണ്ട്. ആണോ? നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേ. ആണോ? സാറിന് അറിയാൻ ആളാണോ? നാളെ മറ്റന്നാളായിട്ട് ഞാൻ സാറൊന്ന് പോയി നോക്കുന്നുണ്ട്. ശരിയാവുകയാണെങ്കിൽ ടീച്ചറെ കുറിച്ച് അറിയിക്കാം. ഒന്ന് പെട്ടെന്നൊന്ന് അന്വേഷിച്ച്. ഓ ശരി, താങ്ക്സ്. എൻ്റെ കെയർ ഓഫ് ഏത് വീടാ? എൻ്റെ മാഷ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീക്കുക. വീടൊക്കെ ആയാൽ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ? ആ മാഷേ, ടീച്ചർ പാലക്കാട്ടുകാരിയാ. അച്ഛൻ മരിച്ചേ, അമ്മ പിന്നെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, പഠിക്കുക. ബബിത ടീച്ചറാണ് ഇപ്പം വീടിൻ്റെ വരുമാന സ്രോതസ്. ഓ നല്ല ഫാമിലിയാ. നമുക്ക് താണ്ട് ഉറപ്പിക്കാം മാഷേ. പറയുന്നത് നമ്മൾ ടീച്ചർക്ക് വീട് ശരിയായി കൊടുത്തില്ലല്ലോ. സംഗതി ഉള്ളിൽ കയറി. റഹീമിൻ്റെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അല്ല സാറേ, എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്? എന്ത്? മുമ്പ് ഞാൻ KSEBിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞു. അവിടെ ഡാറ്റ എൻട്രിക്ക് വന്നതായിരുന്നു അമീറ. അവിടെ വച്ചാ മോളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അവിടെ മിന്നലോണ്ട് പടച്ച പോലത്തെ 3 എതിരാളികൾ: സുഹൈല്, സൂരജ്, സൽമാൻ. അതിൻ്റെ ഇടയിൽ ഞാനൊരു റഹീമും. ജയിക്കൂലായിരിക്കും മാഷെ, പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ എൻ്റെ അവസാന തടവാണ്ട് പുറത്തെടുത്ത് നല്ല മട്ടിൽ വിളമ്പിയാൽ വേണ്ടാന്ന് പറയത്ത് 2 സാധനങ്ങളുള്ളൂ മാഷെ: സ്നേഹവും ഭക്ഷണവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണറിയാത്ത പൊന്നാനിക്കാരില്ല മാഷെ. പിന്നെ ഞാനതൊരു പതിവാക്കി. ഒരു ദിവസം ഭക്ഷണത്തിന് പകരം ഞാൻ എൻ്റെ പ്രേമം അങ്ങോട്ട് വിളമ്പി. ഇന്നിഷ്ടാണോ? തമ്മിൽ അറിയാത്തവൻ്റെ അല്ല പാചക പുസ്തകം. അമ്മേ
നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ അറിയോ? പുലാവ് ഇത് റഹീം, മാഷ് കഴിക്കുന്നില്ലേ? ഓ കഴിക്കാം. ടീച്ചറെ കഴിച്ചു നോക്ക്. വീണ്ടും സാറേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കുക ടീച്ചറെ, എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ടീച്ചറെ കുറച്ച് കഴിക്കുന്നോ? വേണ്ട ടീച്ചറെ, വയറ് ഫുള്ളാ. അല്ല, ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, സാറിൻ്റെ അമ്മ ഉണ്ടാക്കിയതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. റഹീമേ, ഇച്ചിരി കഴിക്കുന്നോ? മാഷിന്റെ സ്പെഷ്യലാ. വേണ്ട ടീച്ചറെ, മതിയെന്ന് കഴിച്ചു ഞാൻ. മാഷെ, പുലാവ് കൊള്ളാട്ടോ. ഓ, സാറേ, കോപ്പിറൈറ്റുള്ള ഐഡിയ ഇട്ടാ. ഞാൻ വെറുതെ എങ്ങനെ? ഞാൻ വെറുതെ കാഷ്വലായിട്ട് മനസ്സിലായി, ക്യാഷ്വലായിട്ട്